നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏത് പരീക്ഷയായാലും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യം നോക്കേണ്ട കുറച്ച് വൺ വേർഡ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെന്തായാലും വൺ വേർഡ്സിലേക്ക് പോകാം. നോക്കുക, വൺ ഹു ഈസ് എഗൻസ്റ്റ് ദ റിലീജിയൻ ആരാണ്? ഹെററ്റിക് എന്നാണ് പറയുക. അതാണ് ഹെററ്റിക്. എന്താണ് ഹെററ്റിക്? വൺ ഹു ഈസ് എഗൻസ്റ്റ് ദ റിലീജിയൻ, അതായത് മതത്തിനോടും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോടുമൊക്കെ എതിർപ്പുള്ളവൻ, അവനെ നമുക്കെന്ത് വിളിക്കാം? ഹെററ്റിക് എന്ന് വിളിക്കാം. ഇനി അടുത്തത് വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, മനുഷ്യൻ്റെ മാംസം കഴിക്കുന്നവരെ നമുക്കെന്ത് വിളിക്കാം? കാനിബൽ എന്ന് പറയും. അതാണ് കാനിബൽ. ഇനി അടുത്ത് വൺ ഹു ലീവ്സ് അറ്റ് ദ സെയിം ടൈം, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരെ നമുക്കെന്ത് വിളിക്കാം? കണ്ടംപററി എന്ന് പറയാം. വൺ ഹു ഈസ് മോർ ദാൻ 100 years ഓൾഡ്, 100 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ നമുക്കെന്ത് വിളിക്കാം? സെന്റിനേറിയൻ എന്ന് വിളിക്കാം. അതാണ് സെന്റിനേറിയൻ. അടുത്തത് വൺ ഹു ഈസ് ഗിവൺ ടു പ്ലഷർ ഓഫ് ദ ഫ്ലഷ് എന്ന് വിളിക്കാം. നമുക്ക് എപ്പിക്വർ എന്ന് വിളിക്കാം. അടുത്തത് വൺ ഹു ലീവ്സ് ഓൺ അതേഴ്സ്, ഇത് വിളിക്കാം പാരസൈറ്റ് എന്ന് പറയാം. ഇനി അടുത്തത് വൺ ഹു സെറ്റിൽസ് ഇൻ അനദർ കൺട്രി, ഇമിഗ്രന്റ്. ഇനി വൺ ഹു നോസ് മെനി ലാംഗ്വേജസ്, എന്താണ്? പോളിഗ്ലോട്ട്. എന്താണ്? വൺ ഹു നോസ് മെനി ലാംഗ്വേജസ് ആണ് പോളിഗ്ലോട്ട്. ഇനി വൺ ഹു ഡീൽസ് ഇൻ കാറ്റിൽ, എന്താണ്? ഡ്രോവർ. അതായത് കന്നുകാലികളെയൊക്കെ ഒരു അടുത്തുനിന്ന് വേറെടുത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഡ്രോവർ. ഇനി വൺ ഹു കട്ട്സ് പ്രഷ്യസ് സ്റ്റോൺസ്, എന്താണ്? ലാപ്പിഡിസ്റ്റ് അല്ലെങ്കിൽ ലാപ്പിഡറി. ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് എല്ലാം കളക്ട് ചെയ്ത് ഗ്രൂപ്പാക്കി ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കുക, വൺ ഹു ക്യൂർ ഐ ഡിസീസ്, ഒക്കോളിസ്റ്റ് അല്ലെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റ് എന്നും പറയാം. ഐ ഡോക്ടറിനെ നമുക്ക് ഒക്കോളിസ്റ്റ് എന്നും അതുപോലെ തന്നെ ഒഫ്താൽമോളജിസ്റ്റ് എന്നും പറയാൻ പറ്റും. വൺ ഹു സെൽസ് സ്വീറ്റ്സ് ആൻഡ് പാസ്ട്രീസ്, എന്താണ്? കൺഫെക്ഷണർ. മിഠായി കച്ചവടക്കാരെ നമുക്കത് വിളിക്കാം കൺഫെക്ഷണർ എന്ന് വിളിക്കാം. വൺ ഹു സെൽസ് സ്വീറ്റ്സ് ആൻഡ് പാസ്ട്രീസ്, കൺഫെക്ഷണർ. അടുത്തത് വൺ ഹു ലോഡ്സ് ആൻഡ് അപ്ലോഡ്സ് ഷിപ്സ്, സ്റ്റീവ്ഡോർ. എന്താണ്? സ്റ്റീവ്ഡോർ. അടുത്ത വൺ ഹു ലീവ്സ് എ സോൾട്ടറി ലൈഫ്, ഏകാന്ത ജീവിതം നയിക്കുന്നവരെ നമുക്കെന്ത് വിളിക്കാം? റെക്ലൂസ് എന്ന് വിളിക്കാം. എന്താണ്? റെക്ലൂസ്. അടുത്തത് വൺ ഹു പ്രിറ്റൻസ് ടു ബി വാട്ട് ഹീ ഈസ് നോട്ട്, അവൻ എന്താണോ അതല്ല എന്ന് അഭിനയിക്കുന്ന ആളിനെ നമുക്കെന്ത് വിളിക്കാം? ഹിപ്പോക്രൈറ്റ് എന്ന് വിളിക്കാം. അതാണ് ഹിപ്പോക്രൈറ്റ്. അടുത്ത എ പ്രൊഫഷണൽ റൈഡർ ഇൻ ഹോഴ്സ് റേസസ്, ഹോഴ്സ് കുതിര ഓട്ട മത്സരത്തിലൊക്കെ ഉള്ള ആ റൈഡറിനെ, പ്രൊഫഷണൽ ആയിട്ടുള്ള റൈഡറിനെ നമുക്കെന്ത് വിളിക്കാം? ജോക്കി എന്ന് വിളിക്കാം. അതാണ് ജോക്കി എന്ന് വിളിക്കാം. ഇനി അടുത്തത് എ നമ്പർ ഓഫ് ഷീപ്സ്, ഫ്ലോക്ക്. ഷീപ്സ് എന്ന് പറഞ്ഞില്ല, ഷീപ്പ്. ഓക്കെ, എ നമ്പർ ഓഫ് ഷീപ്പ്. ഷീപ്പിൻ്റെ സിംഗുലറും പ്ലൂറലും തന്നെയാണ്, ഷീപ്പ് തന്നെയാണ്. എ നമ്പർ ഓഫ് ഷീപ്പ്, ഇതാണ് ഫ്ലോക്ക്. ഇതിനടുത്ത് ക്ലോത്ത് മെറ്റീരിയൽ ഓഫൺ യൂസ്ഡ് ഫോർ ഫ്ലാഗ്സ് ആൻഡ് ഫെസ്റ്റീവ് ഡെക്കറേഷൻസ്, നമ്മൾ കൊടികളും അതുപോലെ ഫെസ്റ്റീവ് ഡെക്കറേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന തുണി വസ്തുക്കളെ ഒക്കെ നമുക്കെന്ത് വിളിക്കാം? ബണ്ടിങ് എന്ന് വിളിക്കാം. എന്താണ്? ബണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ക്ലോത്ത് മെറ്റീരിയൽ ഓഫൺ യൂസ്ഡ് ഫോർ ഫ്ലാഗ്സ് ആൻഡ് ഫെസ്റ്റീവ് ഡെക്കറേഷൻസ്, ഇതാണ് ബണ്ടിങ്. എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൗണ്ടഡ് ടുഗദർ, ഇതാണ് കൺസ്റ്റലേഷൻ. എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൗണ്ടഡ് ടുഗദർ, ഇതാണ് കൺസ്റ്റലേഷൻ. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നമുക്കെന്ന് വിളിക്കാം കൺസ്റ്റലേഷൻ എന്ന് പറയാം.
ഇൻ ദ ഹൗസ് ഓഫ് ആൻ അറബ്. അറബിയുടെ വീടിനെ നമുക്ക് വിളിക്കാം ദവാർ എന്ന് വിളിക്കുന്നത് ദവാർ. ഇനി അടുത്തത് എ ഫാക്ടറി ഫോർ മാനുഫാക്ചറിങ് ഓഫ് ബിയേഴ്സ്. ബിയറൊക്കെ ഉണ്ടാക്കുന്ന ആ ഫാക്ടറി നമുക്ക് വിളിക്കാം ബ്രിവറി എന്ന് വിളിക്കാം. അത് ബ്രിവറി. ഈ ക്ലാസ്സിൽ ഇത്രയും 1 വേർഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഈ 1 വേർഡ്സിൻ്റെ PDF ഫയൽ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയുന്നത്. അതും താഴെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ പറയുന്ന ടെലിഗ്രാം ചാനലിൽ കയറാവുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ PDF കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.